6ാം നൂറ്റാണ്ടിൽ പൈതഗോറിയൻസ് തുടങ്ങി വെച്ച ഒരു ഡെമോൺസ്ട്രേറ്റീവ് ഡിസിപ്ലിനാണ് മാത്തമാറ്റിക്സ് അഥവാ ഗണിതശാസ്ത്രം. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ എല്ലാ കുട്ടികളും വളരെ ഭയത്തോടു കൂടിയാണ് മാത്തമാറ്റിക്സിനെ നേരിടുന്നത്. ഇതെങ്ങനെ നമുക്ക് ഒഴിവാക്കാം, അല്ലെങ്കിൽ ലളിതമായും രസകരമായും എങ്ങനെ മാത്തമാറ്റിക്സ് പഠിക്കാം എന്നതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് മറ്റൊന്നുമല്ല, ഭാരതകൃഷ്ണ തീർത്ഥ തുടക്കം കുറിച്ച വേദിക് മാത്തമാറ്റിക്സ് അഥവാ വേദഗണിതമാണ്. അതിൽ 16 സൂത്രങ്ങളും 13 ഉപസൂത്രങ്ങളുമാണ് ഉള്ളത്. വേദിക് മാത്തമാറ്റിക്സ് പഠിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. മെന്റൽ കാൽക്കുലേഷൻസ് വളരെ ഫാസ്റ്റായും ആക്യുറേറ്റായും ചെയ്യാൻ സാധിക്കുന്നു. അതോടൊപ്പം കുട്ടികളിൽ വിഷ്വലൈസേഷനും കോൺസെൻട്രേഷനും നമുക്ക് വളർത്തിയെടുക്കാം. മാത്രവുമല്ല, കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവർക്കൊക്കെ കൂടുതൽ ഫാസ്റ്റായി കാൽക്കുലേഷൻസ് വിത്തിൻ സെക്കൻഡ്സിൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം കുട്ടികൾക്ക് അക്കാഡമിക് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. സക്സസ് ഈസ് നോട്ട് ദ കീ ടു ഹാപ്പിനെസ്, ഹാപ്പിനെസ് ഈസ് ദ കീ ടു സക്സസ്. നമുക്കൊന്നിച്ച് വിജയത്തിലേക്ക് മുന്നേറാം. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ജിനി വിമൽ എല്ലാവരെയും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് നിഖില മെത്തേഡ് അല്ലെങ്കിൽ ബേസ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ്. നമ്മുടെ ട്രഡീഷണൽ മെത്തേഡിൽ ഒരുപാട് സ്റ്റെപ്സ് മൾട്ടിപ്ലിക്കേഷന് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ മിസ്റ്റേക്സ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കി എങ്ങനെ ഫാസ്റ്റായി ആൻസർ കണ്ടെത്താമെന്നാണ് ഈ മെത്തേഡിൽ പഠിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മൾ 10ന്റെ പവേഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇതാണ് ബേസ് നമ്പേഴ്സ് ആയിട്ട് ചൂസ് ചെയ്യുന്നത്. 10, 100, 1000 എക്സെട്ര ഇതൊക്കെയാണ് ബേസ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ബേസ് 10 ആയിട്ടുള്ള, അതായത് 10നോട് അടുത്ത് വരുന്ന നമ്പേഴ്സ് ആണ് ഇവിടെ മൾട്ടിപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബേസ് 10 ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. എക്സാമ്പിൾ ഇപ്പോൾ 9 8s നമുക്ക് പഠിച്ചു വെച്ചിട്ടുള്ളതാണ്, നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. 9 8s are 72. ഇനി അതെങ്ങനെ നിഖില മെത്തേഡിൽ വരുന്നു എന്നാണ് പറയുന്നത്. 9 into 8. ഈ 9 എന്ന് പറയുന്ന നമ്പർ ബേസ് 10ൽ നിന്നും 1 കുറവാണ് അല്ലേ. അപ്പം അതിനെ നമ്മൾ -1 എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. അതുപോലെ 8 എന്ന് പറയുന്നത് 2 കുറവാണ്. 2 കുറവാണെന്നുള്ളതാണ് -2 എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് 2 കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് വെർട്ടിക്കൽ മൾട്ടിപ്ലിക്കേഷൻ, ദാറ്റ് ഈസ് -1ഉം -2ഉം മൾട്ടിപ്ലൈ ചെയ്യണം. -1 × -2 +2 എല്ലാവർക്കും അറിയുന്നതാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ വൺസ് പ്ലേസ് അല്ലെങ്കിൽ യൂണിറ്റ് പ്ലേസിനെയും 10th പ്ലേസിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്ലാഷ് മാർക്കാണ് ഇടുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രോസ് സബ്ട്രാക്ഷൻ ആണ്. ഇവിടെ 9 - 2 അല്ലെങ്കിൽ 8 - 1 ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. രണ്ടും സെയിം ആൻസർ ആണ് വരുന്നത്. അപ്പം 9 - 2 ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം 7. പിന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് 8 - 1 ആണെങ്കിൽ അത് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ വന്നു 72. അടുത്തതായി നമ്മൾ പറയുന്നത് 10നേക്കാളും ജസ്റ്റ് എബോ ആയിട്ടുള്ള നമ്പേഴ്സ് എങ്ങനെ നിഖില മെത്തേഡ് ഉപയോഗിച്ച് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാമെന്നാണ്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 11 × 12. എല്ലാവർക്കും അറിയാം 11 എന്ന് പറയുന്നത് 10നേക്കാളും 1 more ആണ് അല്ലേ. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ ദ ഫോം +1. ഈ 12 എന്ന് പറയുമ്പോൾ 2 കൂടുതലാണ്, അതാണ് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. +2 എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ അതേ മെത്തേഡിനെയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. വെർട്ടിക്കൽ മൾട്ടിപ്ലിക്കേഷൻ, ദാറ്റ് ഈസ് 2 then സ്ലാഷ് ഹിയർ നോക്കി അറിയാം പ്ലസ് ആണല്ലേ. അപ്പോൾ ക്രോസ് അഡീഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 11 + 2 ദാറ്റ് ഈസ് 13. ഇനി നിങ്ങൾ 12 + 1 ആണ് ചെയ്യുന്നതെങ്കിൽ രണ്ടും സെയിം ആണ്. അങ്ങനെയാണ് നമുക്ക് 32 132 എന്നുള്ള ആൻസർ കിട്ടുന്നത്. ഇനി ബേസ് 10 ആയിട്ടുള്ള വേറൊരു ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ് ഞാൻ പറയാൻ പോകുന്നത്. അതിന് എക്സാമ്പിൾ നോക്കിക്കോളൂ. 9 × 11. ഇവിടെ നോക്കി അറിയാം 9 എന്ന് പറയുന്നത് 10നേക്കാളും 1 ലെസ് ആണ്. 11 ഈസ് 1 more than 10 ആണ്. ഇവിടെ ശ്രദ്ധിച്ചറിയാം ഒരു നമ്പർ മൈനസും ഒരു നമ്പർ പ്ലസും ആണ്. ഈ കേസിൽ നമ്മൾ വെർട്ടിക്കൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ -1 × +1 ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആൻസർ വരുമ്പോൾ
-1 ആണ് അല്ലേ. ദെൻ നമ്മൾ സാധാ പോലെ തന്നെ സ്ലാഷ് യൂസ് ചെയ്യുന്നു. ദെൻ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്ലസ് ആണെങ്കിൽ ക്രോസ് അഡീഷനും മൈനസ് ആണെങ്കിൽ ക്രോസ് സബ്ട്രാക്ഷനും ആണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഈസി, ഇത് രണ്ടും കുഴപ്പമില്ല. അപ്പോൾ ഏതാണ് ഈസി എന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യാം. 9 + 1 10. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ മൈനസ് ആണെങ്കിൽ സ്ലാഷിൻ്റെ റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ വൺസ് പ്ലേസിൽ മൈനസ് സൈൻ ഉണ്ടെങ്കിൽ ടെൻസ് പ്ലേസിൽ നിന്നും, അതായത് തൊട്ട് മുന്നത്തെ നമ്പറിൽ നിന്നും 1 സബ്ട്രാക്ട് ചെയ്യണം. അതുകൂടാതെ ഈ -1ൻ്റെ കോംപ്ലിമെൻ്റ് എഴുതണം. ഇനി എന്താണ് ഈ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്? 1ൻ്റെ കോംപ്ലിമെൻ്റ് ആണ് 9, 2ൻ്റെ കോംപ്ലിമെൻ്റ് 8. കാരണം എങ്ങനെയാണ്? 1 + 9 ആണ് 10, 2 + 8 ആണ് 10. അങ്ങനെ നമ്മൾ 3ൻ്റെ കോംപ്ലിമെൻ്റ് ആണ് 7. ഓക്കെ, അതേപോലെ 1ൻ്റെ കോംപ്ലിമെൻ്റ് ആണ് നമ്മളിവിടെ എഴുതുന്നത്. 1ൻ്റെ കോംപ്ലിമെൻ്റ് 9. ദെൻ റെഡ്യൂസ് 1 ഫ്രം ദിസ് 10. ഓക്കെ, അപ്പോൾ 99. നമുക്കറിയാം 9 × 11 99. അതായത് നമ്മൾ ബേസ് 100 ആയിട്ടുള്ള നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് പറയാൻ പോകുന്നത്. അതിനൊരു എക്സാമ്പിളാണ് 99 × 98. ഇതെങ്ങനെ നമുക്ക് ഫാസ്റ്റായി ചെയ്യാം എന്ന് നോക്കാം. ഈ 99 എന്ന് പറയുന്നത് 100-നേക്കാളും 1 ലെസ് ആണ്. 98 100-നേക്കാളും 2 ലെസ് ആണ് അല്ലേ. നമ്മൾ 10ൻ്റെ കേസ് പറഞ്ഞ പോലെ അതേ മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇനി ഇവിടെ വെർട്ടിക്കൽ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ -+ ആണ്. 1 × 2 2. ഇനി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 100ൽ നമുക്ക് 2 0 ആണ് ഉള്ളത്. അപ്പോൾ വൺസ് പ്ലേസിൽ 2 ഡിജിറ്റ് ഉണ്ടാവണം. ഇനി അവിടെ ഡിജിറ്റ് ഒന്നും ഇല്ലെങ്കിൽ, ഒരു ഡിജിറ്റേ ഉള്ളൂ എങ്കിൽ അവിടെ നമുക്കൊരു 0 ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇനി മറ്റേതുപോലെ തന്നെ 99 - 2 എന്ന് പറയുമ്പോൾ 97. 9702. ഓക്കെ, ഇനി നമ്മളത് ട്രഡീഷണൽ മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ എന്തായാലും 2-3 സ്റ്റെപ്പ് വരും. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് എളുപ്പത്തിൽ ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ ചെയ്യാവുന്നതാണ്. നമ്മൾ പ്രാക്ടീസിലൂടെ നമുക്ക് ഇതൊക്കെ മൈൻഡ് കാൽക്കുലേഷൻസ് ചെയ്ത് ഒറ്റ സ്റ്റെപ്പിൽ പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടുപിടിക്കാനായി സാധിക്കും. അടുത്തൊരു പ്രോബ്ലം നോക്കുകയാണെങ്കിൽ 97 × 98. ഓക്കെ, അപ്പോൾ 97 എന്ന് പറയുന്നത് 3 ലെസ് ആണ്. 98 2 ലെസ് ആണ് അല്ലേ. ഇവിടെ വരുമ്പോൾ 6. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 0 ഇട്ട് കൊടുക്കണം, കാരണം 2 ഡിജിറ്റ് ആക്കാൻ വേണ്ടി. 97 - 2 അല്ലെങ്കിൽ 98 - 3 95. അപ്പോൾ 9506. നമുക്കിനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. 101 × 103. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. 100-നേക്കാളും 1 കൂടുതലാണ്. ദെൻ 100-നേലും 3 കൂടുതലാണ് അല്ലേ. ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ, വെർട്ടിക്കൽ മൾട്ടിപ്ലിക്കേഷനിൽ നമ്മൾ ചെയ്യുമ്പോൾ 1 × 3 3. ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത്? 100-ൽ 2 zeros ഉള്ളതുകൊണ്ട് 2 ഡിജിറ്റ്, അപ്പോൾ നമ്മളോട് 0 ഇട്ട് കൊടുക്കുന്നു. ജസ്റ്റ് ആഡ് ചെയ്യാം. 101 + 3 ആണ് ചെയ്യേണ്ടത് അല്ലേ. ക്രോസ് അഡീഷൻ ആണ് ഇവിടെ, അല്ലെങ്കിൽ 103 + 1 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 104 10403 ഇതാണ് ആൻസർ. ഇനി അടുത്തൊരു പ്രോബ്ലം കൂടി നോക്കാം നമുക്ക്. 115 × 101. നമുക്ക് എങ്ങനെ ചെയ്ത് നോക്കിയാലോ? +15 then +1. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം അല്ലേ, സ്ലാഷ് മാർക്ക് വേണം. റൈറ്റ് സൈഡിൽ എന്ത് വേണം? 15 × 1 ആണ്. 15 × 1 എന്ന് പറയുമ്പോൾ 15 അല്ലേ. 15. ഇപ്പോൾ നമുക്ക് എന്താണ്? ഓൾറെഡി 2 ഡിജിറ്റ് ഉണ്ട്, അപ്പോൾ നമുക്ക് 0 ഇടേണ്ട ആവശ്യമില്ല. ദെൻ ക്രോസ് അഡീഷൻ പറയുമ്പോൾ 115 + 1 that is 116 11615. ഓക്കെ, നമുക്ക് എത്രത്തോളം നമ്പറിൻ്റെ സൈസ് കൂടുന്നു അത്രയും ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ നിഖില മെത്തേഡിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, 6 × 94
Second question 118 into 105 and third one 119 into 96. ഇത് നിങ്ങൾ വളരെ ഫാസ്റ്റായി ചെയ്ത് എത്രയും പെട്ടെന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അടുത്തതായി നമ്മൾ പറയുന്നത് ബേസ് 1000 ആയിട്ടുള്ള നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ്. എക്സാമ്പിൾ 999 into 998. ഓക്കെ, എല്ലാവർക്കും ഫാസ്റ്റായി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇത് പറയുമ്പോൾ -1 1000-നേക്കാളും 1 കുറവാണ്, ഇവിടെ 1000-നേക്കാളും 2 കുറവാണ് അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്തു? ആൻസർ ചെയ്യുമ്പോൾ ഒരു സ്ലാഷ് മാർക്ക് ഇടുന്നു. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 1000 എന്ന് പറയുമ്പോൾ 3 0 ഉള്ളത് കൊണ്ട് 3 ഡിജിറ്റ് യൂണിറ്റ് പ്ലേസിൽ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അറിയാം -1 into -2 ദാറ്റ് ഈസ് 2 ആണെന്ന് അറിയാം അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വേണം? 3 ഡിജിറ്റ് വേണം. 3 ഡിജിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ 2 0 കൂടി ഇട്ട് കൊടുക്കുന്നു. നമ്മൾ ഫോളോ ചെയ്യുന്ന അതേ മെത്തേഡ് 999 -2 അല്ലെങ്കിൽ 998 -1 ദാറ്റ് ഈസ് 997. ഓക്കെ, നമുക്കറിയാം അല്ലേ, ട്രഡീഷണൽ മെത്തേഡ് ഒന്നും വളരെ ഈസിയാണ് ഈ ഒരു മെത്തേഡ്. 997002. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 1001 into 1003. ഇതെങ്ങനെ ചെയ്യാം? ഇവിടെ 1000-നേക്കാളും 1 കൂടുതലാണ്, 1000-നേലും 3 കൂടുതലാണ് അല്ലേ. എന്ത് ചെയ്യണം? നമ്മൾ വെർട്ടിക്കൽ നമ്മളിവിടെ +1 into +3 ആണ് ചെയ്യുന്നത്. സ്ലാഷ് മാർക്ക് ഇട്ടു. 3003 3 ഡിജിറ്റ് ആക്കി നമ്മൾ ദെൻ ക്രോസ് അഡീഷൻ ഇവിടെ വരുമ്പോൾ 1003 +1 അല്ലെങ്കിൽ 1001 +3 ചെയ്യാം. നമുക്ക് 1004 003. എത്ര ഫാസ്റ്റ് ആയി കിട്ടിയല്ലേ. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. 999 into 1001. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 1000-നേക്കാൾ ഇവിടെ 1 കുറവാണ്, ഇവിടെ 1 കൂടുതലാണ് അല്ലേ. നമ്മൾ സ്ലാഷ് മാർക്ക് യൂസ് ചെയ്യുന്നു. ദെൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ്, അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. -1 into +1 -1 ആണ്. ഇനി നമ്മൾ 3 ഡിജിറ്റ്സ് വേണം അല്ലേ. 1000-ൽ 3 zeros ഉള്ളതുകൊണ്ട് നമുക്ക് 3 ഡിജിറ്റ് വേണം. 001. ദെൻ ക്രോസ് അഡീഷൻ ഇവിടെ വരുമ്പോൾ ക്രോസ് സബ്ട്രാക്ഷൻ, മൈനസ് ആണോ പ്ലസ് ആണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ 1000 1000. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഈ മൈനസ് സൈൻ ഉണ്ടെങ്കിൽ ഈ സ്ലാഷ് മാർക്കിൻ്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന നമ്പറിൻ്റെ കോംപ്ലിമെൻ്റ് എഴുതണം. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബേസ് എന്ന് പറയുന്നത് 1000 ആയതുകൊണ്ട് 1000-ന്ന് 1 മൈനസ് ചെയ്ത ആൻസറാണ് ഇവിടെ എഴുതുന്നത്. സോ ദാറ്റ് ഈസ് 999. നമ്മൾ പറഞ്ഞു സ്ലാഷിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന നമ്പറിൽ നിന്നും 1 റെഡ്യൂസ് ചെയ്യണം. സ്ലാഷിൻ്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന നമ്പറിൻ്റെ കോംപ്ലിമെൻ്റ് എഴുതണം. ഓക്കെ, ഇതിൽ നിന്ന് 1 റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് വരും? 999. സോ 999. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിരുന്നു. ഇനി പറയുന്ന ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കൂ. 999 into 9999 9999 into 99999. മൈൻഡ് കാൽക്കുലേഷനിലൂടെ വളരെ ഫാസ്റ്റ് ആയി ഒന്ന് ചെയ്ത് നോക്കൂ. എത്ര സെക്കൻഡ്സിലാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടത്. നമ്മൾ നിഗ്ല മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ് പഠിച്ചത്. അപ്പോൾ അതിൽ ബേസ് 10, ബേസ് 100, ബേസ് 1000 ഇത്രയാണ് വന്നത്. നമ്മൾ വേദിക് മാത്തമാറ്റിക്സിന്റെ 3 ക്ലാസ്സുകളാണ് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലൊരു ക്ലാസ്സാണ് ഇന്ന് കഴിഞ്ഞത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാനായി അഭ്യർത്ഥിക്കുകയാണ്. ഇത്രയും നേരം ഞങ്ങളുടെ വീഡിയോ കണ്ട എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗുരുകുല മാത്തമാറ്റിക്സിന്റെ ഓൺലൈൻ ചാനലായ GM എഡ്യൂക്കേറ്ററിന്റെ നന്ദി. നല്ലൊരു തുടക്കത്തിനായി സംസാരം ഒഴിവാക്കൂ, പ്രവൃത്തി ചെയ്യൂ. നമസ്കാരം.